എല്ലാവർക്കും നമസ്കാരം. രാവിലെ എളുപ്പത്തിൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായും വൈകുന്നേരത്തെ ചായക്കൊപ്പവും ഒരേപോലെ കഴിക്കാവുന്നതും അവലും മുട്ടയും കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്നതുമായ നല്ലൊരു പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ വളരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് സവാള ഒട്ടും പച്ചച്ചുവില്ലാതെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഏകദേശം ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റി സവാളയെല്ലാം നന്നായി സോഫ്റ്റായി കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമ്മുടെ എരിവ് അനുസരിച്ച് 1-2 പച്ചമുളക് ചേർക്കാവുന്നതാണ്. പച്ചമുളക് ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. മസാലപ്പൊടികൾ ചേർത്തിട്ട് മസാലകളുടെ പച്ചമണം മാറാനായി ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ഉടനെ തവിയിട്ട് ഇളക്കിയാൽ മുട്ട പൊടിഞ്ഞു പോവും. കുറച്ച് വലിയ പീസുകളായിട്ട് മുട്ട കിട്ടാനായിട്ട് ഏകദേശം ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 20 സെക്കൻഡ് ആയപ്പോഴേക്കും മുട്ടയെല്ലാം ഇതുപോലെ ഒന്ന് സെറ്റായി വരുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് പതുക്കെ മുട്ടയുടെ മഞ്ഞയൊന്ന് പൊട്ടിച്ചെടുക്കാം. മുട്ടയുടെ മഞ്ഞ ഇതുപോലെ പതുക്കി ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് എല്ലാം കൂടി പതുക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ട ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവലാണ് ചേർക്കാനുള്ളത്. മുട്ട നന്നായി വെന്ത് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുൻപ് ഇതുപോലെ കുറച്ച് നനവുള്ള സമയത്ത് നമുക്ക് ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മട്ട അരിയുടെ ബ്രൗൺ അവലാണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് 1 കപ്പ് വെള്ള അവൽ ചേർത്താലും മതി. അവൽ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവലിലേക്ക് മസാലയെല്ലാം നന്നായി പിടിച്ച് അവൽ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് നനവുള്ളപ്പോൾ തന്നെ അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒട്ടും കട്ടിയില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള അവലാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അവൽ ചേർത്തിട്ട് മുട്ടയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. കൂടെ തന്നെ അവൽ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ മുട്ടയുടെ പച്ചച്ചുവ ഒന്ന് മാറി എല്ലാം ഒന്ന് യോജിച്ച് ചേർന്ന് കിട്ടും വരെ ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. മുട്ടയുടെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയം 1-2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ് മല്ലിയില കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അവലും മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഒരു പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാവും കൂടുതൽ നല്ലത്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്